ജപ്പാനിൽ ജൂലൈ 5-ന് ഒരു ഭൂകമ്പം ഉണ്ടാവുമെന്ന് റിയോ തൽസുഗി പ്രവചിച്ചിരുന്നു. അവരെഴുതിയ ഒരു ബുക്കിലാണ് ഈ ഒരു പ്രവചനം അവർ നടത്തിയിരുന്നത്. പക്ഷേ സമൂഹ മാധ്യമങ്ങളും മറ്റും അതിൻ്റെ സമയം കഴിഞ്ഞുപോയെന്നും ജപ്പാനിൽ ഇതുവരെ പ്രത്യേകിച്ച് ഭൂകമ്പങ്ങളൊന്നും ഉണ്ടായില്ല എന്നും റിപ്പോർട്ട് ചെയ്തു. അതിനുശേഷം ഈ റിപ്പോർട്ടുകൾ മാറ്റി എഴുതേണ്ട സാഹചര്യം വന്നു. കാരണം ജപ്പാനിലെ മൗണ്ട് ഷിൻമോഡെക് എന്ന അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു. മീറ്ററുകൾ ഉയരത്തിൽ ചാരം പറക്കുകയാണ്. ഇതുവരെ ജപ്പാനിൽ ഉണ്ടായിട്ടുള്ള അഗ്നിപർവ്വത സ്ഫോടനങ്ങളിൽ ഏറ്റവും വലുത് ഇത് തന്നെയാണെന്ന് പറയാം. 9800 മീറ്റർ ഉയരം വരെ ഇതിന്റെ ചാരം പറന്നുയർന്നിട്ടുണ്ട്. ജപ്പാന്റെ കിഴക്കൻ മേഖലകളിൽ ഭൂചലനം കൂടി രേഖപ്പെടുത്തിയതോടുകൂടി പ്രവചനം സത്യമാവുകയാണ്. ജപ്പാനിൽ ഏറ്റവും വലിയ ഒരു ഭൂകമ്പം നടന്നത് ഈ പറയുന്ന ജൂലൈ 5-ന് തന്നെയാണ്. 2011-ലെ തൊഹോക്കോ ഭൂകമ്പവും അതുപോലെ തന്നെ സുനാമിയും ഈ പുസ്തകത്തിൽ പ്രവചിച്ചിരുന്നു. ഇതും യഥാവിധി നടന്നിരുന്നു. പക്ഷേ ഇതിന് ശാസ്ത്രീയമായ അടിത്തറ ഇല്ല എന്ന കാരണങ്ങൾ കൊണ്ടാണ് ഇതിനെ തള്ളി നീക്കിയിരുന്നത്. റിയോ തൽസുഗി തൻ്റെ സ്വപ്നങ്ങളിൽ വന്നിരുന്ന കാര്യങ്ങളെയാണ് ഒരു പുസ്തകമാക്കി മാറ്റിയിരുന്നത്. ആ പുസ്തകത്തിലാണ് ഇത്തരം നിഗൂഢമായ കാര്യങ്ങൾ എഴുതി വച്ചിരിക്കുന്നത്. വരുന്ന കാലത്ത് വരാൻ പോകുന്ന അപകടം മുൻകൂട്ടി കാണാനുള്ള ഒരു ജ്ഞാനദൃഷ്ടിയാവാം ആ വ്യക്തിത്വത്തിന് ഉണ്ടായിട്ടുണ്ടാവുക. അതുകൊണ്ടാവണം ഇത്രയും കറക്റ്റായി തീയതിയടക്കം എഴുതി വെക്കാൻ അവർക്ക് സാധിച്ചിട്ടുള്ളത്. ഈ ദുരന്തം ഒരുപാട് പേരെ ഭയത്തിൽ അല്ലെങ്കിൽ ഭീതിയിൽ ആഴ്ത്തിയിരിക്കുകയാണ്. കാരണം ഈ ഭൂകമ്പം ഇതുവരെ നീളുമെന്നോ ഇതിന്റെ ഭവിഷ്യത്തുകൾ എന്താണെന്നോ ഇതിന്റെ വരും വരായികൾ എന്തെന്നോ ഇനി ആർക്കും അറിയില്ല. ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിനും വ്യക്തതകളില്ല. എന്നാലും റിയോ തൽസുഗിയുടെ പ്രവചനം വീണ്ടും ഫലിക്കുകയാണ്. ജപ്പാനിലെ ജനങ്ങൾ വീടൊഴിഞ്ഞു മാറുകയാണ്. ഭൂകമ്പം ജപ്പാന്റെ കിഴക്കൻ മേഖലയിലുള്ള ജനങ്ങളെയും അതുപോലെ തന്നെ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ബാധിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെ ജനങ്ങളെയും മാറി താമസിക്കാൻ വേണ്ടി ഗവൺമെന്റ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റിയോ തൽസുഗിയുടെ പ്രവചനങ്ങൾ അടിത്തറ ഇല്ലാത്തതാണ് എന്ന് കരുതി പുറന്തള്ളിയ ജപ്പാൻ ഗവൺമെന്റ് തന്നെ ഇപ്പോൾ അതിനെ അംഗീകരിക്കുന്ന രീതിയിലേക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇനി എന്തെല്ലാം കാണണമെന്നുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല. അറിയുന്ന മുറയ്ക്ക് ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.